There are two images in the textbook. Note down the arrow and the toy car in the images given in the textbook. What is peculiar about these images actually? There are some questions regarding these images. What would happen if the arrow from the arched bow and the car at a height is released? അതായത് അമ്പ് എയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ബോയിൽ നിന്ന് ഏറോ വിട്ടതാണെങ്കിൽ അമ്പ് എയ്യുവാണെങ്കിൽ, അതുപോലെ കാറ് ഒരു ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ അതിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഇൻ ബോത്ത് കേസ് വി നോ നൗ ദേ ആർ സ്റ്റിൽ, ബട്ട് if they are ready to move, they will move. Some hidden energy will be there. നമ്മളിപ്പോൾ സ്ട്രെച്ച് ചെയ്ത ബോയിൽ വെച്ചിരിക്കുന്ന എയറോ ആണെങ്കിലും അതുപോലെ തന്നെ കാറ് ഹൈറ്റിൽ വെച്ചിട്ടുള്ള കാർ ആണെങ്കിലും ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അവർക്കുള്ള എനർജി കിട്ടുന്നുണ്ടല്ലേ. ഫ്രം വേർ ആക്ച്വലി ദേ ആർ ഗെറ്റിംഗ് ദിസ് എനർജി? യെസ്, ഇൻ ദി ഫസ്റ്റ് കേസ് വേർ ഡസ് ദി എനർജി ഫോർ ദി എയറോ ടു മൂവ് കം ഫ്രം? ഈ അമ്പിലെ വില്ല് കുലക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? Isn't it the unique configuration caused by the tension on the string and the arched bow given the arrow its energy? ഇത് എവിടെ നിന്ന് എനർജി കിട്ടുന്നതെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്നത്. യെസ്, ദാറ്റ് യുണീക്ക് കോൺഫിഗറേഷൻ വേർ ദി ആർച്ച് ഈസ് ആക്ച്വലി ദി ബോ ഈസ് ആർച്ച്ഡ് ബൈ ദി ടെൻഷൻ. അതായത് നമ്മൾ ഈ ചരട് പിടിച്ച് വലിച്ചിട്ടാണുള്ളത് അല്ലേ, ചരട് പിടിച്ച് വലിച്ചിട്ടാണുള്ളത്. പിന്നെ അതിന് വില്ലിന് വളഞ്ഞു വന്നു, അപ്പം വില്ല് വളഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ, ദാറ്റ് കോൺഫിഗറേഷൻ ആക്ച്വലി മേക്സ് ദി എനർജി ഫോർ ദി എയറോ ടു മൂവ് ദി എയറോ. സോ ഹിയർ ദിസ് ഈസ് ദി കേസ്, ഇൻ ദി കേസ് ഓഫ് what? Arrow and bow. Then what about the second case, about the car, toy car? Yes, it is getting energy because of it is placed in a height and the position, that position height on എന്താണ് ആ ഒരു ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹൈറ്റ് കാരണമുള്ള ആ പൊസിഷൻ കാരണമാണ് ഇവിടെ ആർക്ക്, കാറിന് എനർജി കിട്ടുന്നത്, മൂവ് ചെയ്യാനുള്ള, ടോയ് കാറിന് മൂവ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്. കുലച്ച് വെച്ച വില്ലിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ ഒരു വലിവ് അല്ലേ, സ്ട്രിങ്ങിനുള്ള വലിവും പിന്നെ അതിൻ്റെ ആ ഒരു ഷേപ്പിലുണ്ടായ വ്യത്യാസമൊക്കെയാണ് എന്ത് ചെയ്തത് അവിടെ എനർജി കൊടുക്കുന്നത് എയറോക്ക് മൂവ് ചെയ്യാനുള്ളത്. ഇവിടെ ടോയ് കാറിന് മൂവ് ചെയ്യാനുള്ള എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പൊസിഷൻ ഈസ് മേക്കിംഗ് ദാറ്റ് എനർജി. In both case we can understand that the first case is the configuration and the second case is the position. So these two things are making the energy for the movement of the toy car and the arrow. So this type of energy is known as potential energy. What? Potential energy. In both case we can understand that the first case, what? Configuration made the energy possible, and the second case the toy car got the energy due to its position, that height. So configuration and the position that makes the energy possible here. So this type of energy is known as potential energy. What? Potential energy. In Malayalam we will tell as സ്ഥിതികോർജ്ജം. മലയാളത്തിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ് മക്കളെ പറയുന്നത്? സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ രണ്ട് കേസിലും വസ്തുക്കൾക്ക് ഊർജ്ജം ലഭിച്ചത് ഒന്നെങ്കിൽ സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമാണ്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് എനർജി ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ എനർജി. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ കാരണമോ ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് എന്ത് പറയുന്നത്? സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്.